കൊറേ നേരമല്ല പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ കാണുന്നില്ലല്ലോ. വരുന്ന ചന്ദ്രൻ കൊളുപ്പ് അങ്ങനെ ആ കാര്യം തീരുമാനിച്ചു. തീരുമാനിച്ചാ? ചെക്കന്റെ പേരെന്തായിരുന്നു? ചെക്കന്റെ പേരെന്താ? സുദേശ്. സുദേശ്. നല്ലയൊക്കെ, ഒരു കുഴപ്പമില്ല. ഞാൻ നാട്ടിലൊക്കെ അന്വേഷിച്ച് ഒരു വെള്ളടിയാ സിഗരറ്റാ അങ്ങനെ വലിയ കുടി സംഭവങ്ങളൊന്നുമില്ല. പിന്നെ കുടുംബം ഭയങ്കര ഒരു പൈസക്കാരൊന്നും അല്ലെങ്കിലും അടിപൊളി ടീം. നമ്മുടെ അവളുടെ ഭാഗ്യം. ഓൾക്കൊരു ഭാഗ്യം ഉണ്ടാവണ്ടേ, നമ്മളെ പെങ്ങളല്ലേ. അപ്പൊ എന്നത്തേക്ക് നടത്താനാ നിശ്ചയിച്ചിരിക്കണേ? വൃശ്ചികം 16 എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇംഗ്ലീഷ് മാസം ഏതാണെന്നുള്ളത് ഞാൻ മറന്നു. അതിലുണ്ടായിരുന്നു, ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 1.5 മാസം ഇനി ഉണ്ടല്ലോ. 1.5 മാസേ ഉള്ളൂ? എന്താ 1.5 മാസം? എന്താ അല്ല, കാര്യപ്പെട്ട എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ സ്വർണം കൊടുക്കണം. പണായിട്ടൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അവര് ചോദിക്കാനും സാധ്യതയൊന്നുമില്ല. എന്നാലും നമ്മളൊരു ഇതിനനുസരിച്ചിട്ടുള്ള നമ്മൾ കൊടുക്കണല്ലോ. എത്ര ഇപ്പൊ ഉദ്ദേശിക്കണേ? ഒരു 20-25 പവൻ. 25 പവനോ? അതും ഈ 90,000 വിലയുള്ള കാലത്തോ? പിന്നെ അവള് നമ്മളൊക്കെ ആകെയുള്ളൊരു പെങ്ങളാണ്. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ, അതിനെന്താ കുഴപ്പം? എന്തായാലും ഒക്കെ അവൾക്കുള്ള തന്നെയാണ്. അതൊക്കെ തന്നെ ശരിയാണ്. നിങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കെന്നാ പണ്ടത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും അല്ലേ? അല്ല, പുഴക്കരയിൽ നമ്മുടെ പേരിലുള്ള വസ്തു വെച്ചിട്ട് തന്നെയാണോ അതിനും? അതെ, തീർച്ചയായിട്ടും. അല്ലാതെ ഇപ്പൊ അവിടുന്ന് വേറെ പൈസ ഉണ്ടാക്കാൻ മാർഗമില്ല. തൽക്കാലം ഇപ്പൊ ഉള്ളതാണ്. സ്വത്തും മുതലൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കിയാ ഉണ്ടാവണല്ലോ. അപ്പൊ അത് വെക്കുക, സ്ഥലം വെക്കുക. ചിക്കൻക്ക് എന്താ പണി? ഓൻ എന്തോ ഈ IT എവിടെ, പിന്നെ എറണാകുളത്താ എവിടെ എന്തോ ഒരു കമ്പനിയിലാണ്. എന്റെ പൊന്നേട്ടാ, എറണാകുളത്തൊക്കെ ആരെങ്കിലും കല്യാണം നടത്തി കൊടുക്കുവോ? എറണാകുളത്തേക്ക് അവര് രണ്ടാളും അങ്ങോട്ട് പോയിക്കോട്ടെ. ഇതിപ്പോ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ. എന്റെ പൊന്നാരേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എറണാകുളത്തേക്കൊന്നും പെണ്ണ് കൊടുക്കാനും പാടില്ല, അവിടുന്ന് എടുക്കാനും പാടില്ല. ഈ എറണാകുളത്തേക്ക് അല്ലല്ലോ കൊടുക്കണേ, ചെക്കന്റെ വീട് ഇവിടെ അടുത്തല്ലേ. അവൻ ജോലി ചെയ്യണതാണ് എറണാകുളത്ത്. അത് തന്നെയാ പറഞ്ഞത്. നമുക്ക് നമ്മുടെ നാട്ടിലത്തെ വല്ല പയ്യന്മാരെ നോക്കിയാ പോരെ? എന്താ അങ്ങനെയെന്നോ? എറണാകുളത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. നമ്മുടെ പാവം ഏട്ടനെ കണ്ണീ ചോറിഞ്ഞല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. നിമിഷക്ക് ഇപ്പൊ എത്ര വയസ്സായി? 24 ആയിട്ടുള്ളൂ. നിങ്ങളെ പൊന്നാരനീറ്റല്ലേ അവള്? അവളെ കാര്യം ഇത്രയും ദൂരത്തേക്ക് കൊടുക്കേണ്ട എന്ത് കാര്യമുള്ളത്? നമ്മുടെ നാട്ടില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കിട്ടില്ലേ? നമ്മൾ 1-2 ഉറുപ്പിലല്ലേ കൊടുക്കണത്? 25 പവനല്ലേ? ഈ 25 പവൻ ഉണ്ടാക്കാൻ എത്ര പൈസ വേണം? പൈസയുടെ കാര്യം പിന്നെ പോട്ടെ, അതിനായിട്ട് നമ്മളടുത്ത് ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ ചോദിച്ചതല്ല, ഈ 25 പവൻ കൊണ്ട് നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊടുത്തൂടെ? പറഞ്ഞ പോലെ അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനൊരു കാര്യം ഒത്തു വരണ്ടേ? അതൊത്തു വരും. അവളുടെ നല്ല കാലം സമയവും ഒക്കെ എടുക്കുമ്പോ ഭഗവാൻ നമുക്ക് നേരിട്ട് കാണിച്ചു തരും. അല്ലാണ്ട് എടുത്തോ പിടിച്ചോ വെച്ചിട്ട് എനിക്കെന്താന്ന് വെച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാട്ടാ. കയ്യൊഴിയണെന്ന് പറഞ്ഞാല് എനിക്ക് അത് അത്ര രസമായിട്ട് തോന്നിയില്ല. ഏട്ടൻ സർക്കാർ ഉദ്യോഗല്ലേ? അപ്പൊ ഏട്ടന്റെ അളിയന് ഒരു സർക്കാർ ഉദ്യോഗം വേണ്ടേ? നമ്മൾ ഇങ്ങനെ സെറ്റിലായി ജീവിക്കുമ്പോ നമ്മുടെ അനിയത്തിക്ക് അങ്ങനെ വരാൻ പാടുണ്ടോ? സംഗതി ശരിയല്ല. ഈ IT ജോലി, എറണാകുളം കമ്പനി എന്നൊക്കെ പറയുമ്പോ ജോലിയൊക്കെ എപ്പോഴും നഷ്ടപ്പെടാം. ഇപ്പൊ ഇന്നാള് ആ വടക്കേലെ ശാരദയുടെ മോനും നമ്മുടെ ഈ സിനിമാ നട ദിലീപിന്റെ ആ സ്ഥലത്തിന്റെ പേരെന്താ, ആലുവ. അവിടെ ഒരു നല്ലൊരു കമ്പനിയിലായിരുന്നു അത്ര. ആ കമ്പനിന്ന് എന്തോ പെർമനന്റ് ഒന്നും ആയിരുന്നില്ല, പറയാ പോലും ചെയ്യാണ്ട് പെട്ടെന്നായിരുന്നു. നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ അധികം കല്യാണം ഉറപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമൊന്നും നടത്തിയിട്ടില്ല. ഏറെക്കുറെ വാക്കുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ വരാം എന്നുള്ള തീരുമാനമായിട്ട്. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാലോ വാക്ക്.
പിന്നെ ഇപ്പൊ 24 വയസ്സായത്, ഈ 24 വയസ്സ് ഈ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ മാതിരിയാണ്. പിന്നെ വയസ്സ് കൂടിയ ആരാ കല്യാണം കഴിക്കാൻ വരിക? അതെ, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച പോലെ അല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും. 24 വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ 2025 അതൊരു പ്രശ്നമല്ല. പിന്നെ അവൾക്കും വിദ്യാഭ്യാസം ഉണ്ടല്ലോ അല്ലേ? ആ, സർക്കാർ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ആവട്ടെ, അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇതൊക്കെ അമ്മയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാ. പാവം അമ്മയ്ക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? ഒരു പേപ്പർ മാത്രം വായിച്ചിരിക്കണ അമ്മയ്ക്ക് എന്തറിയാനാ? സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാ കിടക്കണത്. ഇപ്പൊ എന്താ ചെയ്യാ? ഏട്ടനെ ആ ആൾക്കാരെ കൂടി വിളിച്ചോ, എന്നിട്ട് പറഞ്ഞോ ഞങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ പറ്റിയിട്ടില്ല. നമ്മളെന്തിനാ ആക്കി നോക്കണത്? പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു പറയുമ്പോ കുഴപ്പല്ലേ? പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞേക്കും, അതാകുമ്പോ ഒരു കുഴപ്പമില്ല. എന്നാലും ഞാനൊരു അരവാക്ക് അവിടെ പറഞ്ഞു പോകുന്ന സ്ഥിതിക്ക് ആ അരവാക്ക് പറഞ്ഞതാ പ്രശ്നം. അവൾക്ക് എന്തായാലും നല്ല കല്യാണക്കാരും വരൂല്ലേ? പിന്നെ ഏട്ടൻ അവരെ വിളിച്ചിട്ടേ എന്തെങ്കിലും ഒരു പറഞ്ഞേക്ക്. ആ ബ്രോക്കറിനെ വിളിച്ചു പറയാം, ഓൻ പറഞ്ഞു. ആ നല്ല കാര്യം, പറയല്ലേ? പറഞ്ഞേക്ക്. നമ്മൾ എന്തിനാണ് നിൽക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നിമിഷയ്ക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നേക്കാളും സൗന്ദര്യമുണ്ട് അവൾക്ക്. മുടിയുണ്ട്, നീളണ്ട്, നിങ്ങളെക്കാളും കളറുണ്ട്, ജോലി കിട്ടാനുള്ള പഠിപ്പുണ്ട്. പിന്നെ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഈ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നത്? അതിന്റെ പിന്നെ ആവശ്യം ഏതെങ്കിലും എന്താ? സർക്കാർ ഉദ്യോഗസ്ഥർ വരട്ടെ. വരട്ടെ, നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ. നമുക്കൊരു കാര്യം ചെയ്യാം, മാട്രിമോണിയിൽ ഒന്ന് ആ പരസ്യം ചെയ്തിടും ചെയ്യും. അത്ര തന്നെ. ആ കുഴപ്പമൊന്നും കണ്ട് ഉണ്ടാവില്ലല്ലേ? നടക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾ അമ്മയ്ക്കോട് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവുക ചെയ്യാം അമ്മയ്ക്ക്. എന്നാ ഞാൻ ഈ ബ്രോക്കറെ വിളിക്കട്ടെ. ആ രാജേട്ടാ, അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് അല്ല, ഇവിടെ ഇപ്പൊ വന്നു നോക്കിയപ്പോഴേ എന്റെ വൈഫിനും ആ കാര്യം അല്ലാതെ നിങ്ങൾ ഇഷ്ടായിട്ടില്ല. പിന്നെ നിമിഷയ്ക്കും പെൺകുട്ടിക്കും ഇഷ്ടായിട്ടില്ലേ. അപ്പോ നമ്മളിപ്പോ അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യണോ, ഒഴിവാക്കിയാലോ? കാര്യങ്ങൾ വേറെ നല്ലത് വരട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വരട്ടെ. അല്ലാതെ ഇപ്പൊ ഇതിപ്പോ ചെക്കനിപ്പോ ഇങ്ങനെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ആ ജോലിയൊന്നും ഒരു സ്ഥിരമായിട്ടുള്ളൊരു ജോലിയൊന്നും അല്ലല്ലോ. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിയില്ലേ? ആ ആ അതാ ഞാനും പറയണേ. അപ്പോ രാജേട്ടൻ എന്നാ ഒന്ന് വിളിച്ചിട്ട് അത് നടക്കില്ല എന്ന് പറയൂ അവരെടുത്ത്. ഞാനാണെങ്കിൽ ആ ചെക്കൻ്റെ അച്ഛനോട് കുഴപ്പമില്ല എന്നുള്ളൊരു വാക്ക് പറയും ചെയ്ത്. ആ കുഴപ്പമില്ല അല്ലേ? എന്നാ രാജേട്ടാ അങ്ങനെ പറഞ്ഞോളൂ. ആ ശരി എന്നാ. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ ഒരു കല്യാണം കണ്ടെത്തുക എന്ന് പറഞ്ഞാലേ എന്തൊക്കെ ഇടങ്ങേറ്. മാട്രിമോണിയിൽ ഒരു പരസ്യം കൊണ്ട് കൊടുത്തേക്കും, കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കും. ഇന്ന് എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാലോ. പിന്നെ നമ്മുടെ ആ മാധവൻ കുരുക്കളുടെ ആ ഒരു പേരക്കുട്ടി അന്ന് എന്നോട് ചോദിച്ചതാ ഈ നിമിഷയെ കുറിച്ച്. ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. ആ കുട്ടി എന്തോ നല്ല പഠിപ്പൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടേ എവിടേക്ക് കേറിയിരിക്കണം. നമുക്ക് അതൊന്ന് ചോദിച്ചു നോക്കാം. ആ ശരി എന്നാ. കുട്ടിക്ക് എന്താ ഇഷ്ടായിക്കണോ അവനെന്ന് പറഞ്ഞോട്ടോ. ഭക്ഷണം എന്തേലും എടുത്തേക്ക്. ഞാൻ എല്ലാം റെഡിയാ, ചേട്ടൻ പോയി കുളിച്ചിട്ട് വാ. ഞാൻ കുളിച്ചിട്ട് വരിക. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. എന്റെ കെട്ടിയോന്റെ പേരിലുള്ള സ്ഥലം വിട്ടിട്ട് നീ അങ്ങനെ സുഖിക്കണ്ടടി. നിനക്ക് ഒരു കാലത്തും കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രേമം നീ അവിടെ മുട്ടിച്ചിരിക്കും. നിന്റെ കല്യാണം ഒരിക്കലും നടത്തി ഞാൻ സമ്മതിക്കില്ല. എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിയിട്ടുള്ളതാ ഈ സ്വത്ത് മുട്ടി. ഏട്ടാ ആ കഴിഞ്ഞോ? ആ എന്നാ പോന്നുള്ളൂ കേട്ടോ, ഞാൻ എടുത്തു വെക്കാണ്. ആ